റെസ്റ്റോറന്റ്. നമ്മൾ എവിടെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ വയനാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ദിനേട്ടൻ്റെ തറവാട്ട് അമ്പലത്തിൽ ഉത്സവമാണ്, അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ വയനാട് ചുരത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കുറേ ഗതാഗത നിയന്ത്രണമൊക്കെ ഉള്ളതുകൊണ്ടേ അതിലൂടെ പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ട് കുറ്റ്യാടി ചുരം വഴി വന്നാണ്. ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു അനുഭവമാണ്. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ബാക്കിൽ നമ്മൾ കണ്ടു ഷിപ്പിന്റെ ഒരു എൻഡ് അത്. ഓക്കെ, ഇല്ല ആ ബിൽഡിങ്ങിന്റെ ഒരു ഷിപ്പ് സ്റ്റൈല് കണ്ടോ? അതിന്റെ ഇൻസൈഡാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളോട് വേണമെങ്കിൽ നിങ്ങൾ പുറത്തിരുന്ന് ചായ കുടിച്ചു. ഞങ്ങൾ പറഞ്ഞാൽ പുറത്തിരുന്ന് എന്തിനാണ് ചായ കുടിക്കുന്നത്? നോക്കുമ്പോൾ ഇതാണ് രസം. പുറത്ത് അപ്പുറത്ത് ഇവിടെ കുറേ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. താഴെ നിന്ന് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല അല്ലേ, കുറേ വീടുകളുടെ അടുക്കൊക്കെ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുത്തനെയുള്ള ചുരമാണ്. പക്ഷെ നമ്മുടെ വയനാട്ടിലെ വയനാട് ചുരത്തില് നമ്മുടെ താമരശ്ശേരി ചുരത്ത് ഒരുപാട് ജനങ്ങൾ നിൽക്കല്ലേ, അതുപോലത്തെ ഒരു ഫീൽ നമ്മൾ കണ്ടില്ല. പക്ഷെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ അല്ലേ, ഒരു നല്ല ആംബിയൻസ്. അതെ അതെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ താഴേക്ക് അങ്ങ് പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെറിയൊരു കുഞ്ഞു കൈവരിയാ. യുവിനെയും കൊണ്ട് അടക്കണ്ട, പേടിയായിരുന്നു. ഒരു വലിയ മല ഒന്ന് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ, റിസോർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇത് ശ്രദ്ധിച്ചോ, ഈ ഹോട്ടലിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞോ, ഒരു ബോട്ട് പോലെ മേലെ താഴേക്കായിട്ട്. അതെ അതെ, നമ്മള് ചായ ഓർഡർ ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കയറാന്ന് വിചാരിച്ചിട്ട്. ഇവക്കിട്ട് ഇത്ര നേരം ഉറങ്ങിയായിരുന്നു സുന്ദരി. നമ്മൾ അവിടെ ചെന്ന് ഉത്സവം കാണിച്ചു തരാം. പിന്നെ കുറ്റ്യാടി ചുരത്തിലൂടെ ആദ്യമായി കുറെ നേരം ഉറങ്ങി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കുറ്റ്യാടി ചുരം വഴി വരുന്നത്. നമുക്ക് കോഴിക്കോട് വരുമ്പോൾ വയനാട് ചുരമാണ് എളുപ്പം കേട്ടോ. അത് കുറച്ച് ചുറ്റലുണ്ടല്ലോ ഇതിനേട്ടാ. സത്യം പറഞ്ഞാൽ കുറച്ച് മതിയായി. ഞാൻ തിരുവനന്തപുരം തിരിച്ചു പോകാൻ നമുക്ക് എന്നിട്ട് ആ വഴിക്ക് പോകാൻ. അയ്യോ നമ്മളിപ്പോൾ തന്നെ 50 കിലോമീറ്റർ ആയി. ഇനിയും നമ്മൾ ചുരം കയറി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടോ കുറേ റിസോർട്ടുണ്ട്. പേൾ റെസിഡൻസി അങ്ങനെ എന്തൊക്കെയോ റിസോർട്ടൊക്കെ ആ വഴിക്ക് കണ്ടു. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവമാണ് അതെന്തോ റൂംസ് ആണ്, റൂംസ് ഫോർ റെന്റ് ആണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. കുറച്ച് വെഹിക്കിൾസ് ഉണ്ട്. ഇത് ശരിക്കും ഒരു കാട് പോലെയാണ് തോന്നുന്നത്. താഴെ നമുക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ചുരാണെന്ന് മനസ്സിലായില്ല, കാടാണ്. അപ്പോൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ എന്താ പറയുക, മഞ്ഞ് കൊണ്ട് നമ്മുടെ ചെവിയും തൊണ്ടയൊക്കെ അടഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേടിയാകുന്നുണ്ട് കേട്ടോ. ഓ എന്താ ആണോ? ഇതാണ് കേട്ടോ ചുരത്തിലൂടെ, ഈ ചുരത്തിലൂടെ വരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതാണ് കുറ്റ്യാടി ചുരം വഴിയുള്ള യാത്ര. ഇത് കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ വയനാട് ചുരം പോലെ കോഴിക്കോട് വരുന്ന വേണ്ടോ വളവ് അത്രയ്ക്ക് അങ്ങോട്ട് എളുപ്പമല്ല. കുറച്ച് ചുറ്റി കറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളും കാര്യങ്ങളും. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറ്റ്യാടി നമുക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയത്. ടൗൺ റോഡ് ആയതുകൊണ്ടാണ്. വേണ്ടോ കയറിനുണ്ടോ വയനാട് ചുരം പോലെ തന്നെയാണ്. നല്ല റിസ്ക് അല്ലേ? വെഹിക്കിൾസ് ഇല്ല, പക്ഷെ കുത്തനെയാണെന്ന് മാത്രം. കുറച്ചുകൂടി കുത്തനെയാണ്. ഹൈറ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാവും. ആണ് യുവിക്കുട്ടി ഇറങ്ങി. അവിടെ അതുണ്ടോ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ചായ കുടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ചുരം കാണാൻ വേണ്ടി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നൊക്കെ. വയനാട് എത്തിയിട്ടില്ല. അതുകൊണ്ടോ വളവ് കാണിച്ചത്. ഇതാണ് വളവ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ചായക്കട ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കയറിയല്ലോ. അറുപത്തെ സ്ഥലമില്ലേ? ഓക്കെ വേണ്ട. എന്നാൽ നമ്മള് കേറുന്ന പോലെ ഫീൽ ചെയ്യാ. അതെന്താ അങ്ങനെ? വെഹിക്കിൾസ് ഒക്കെ പോകുന്നുണ്ട്. നമ്മളൊരു തിരുവനന്തപുരം ത്രോട്ട് പെയിൻ ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പം ടോൺസിലൈറ്റിസിലേക്ക് മാറിയിട്ടുണ്ട്. ഏക്കൂട്ടാ നമുക്ക് രസമാണ് കേട്ടോ. ഒന്ന് വന്ന് ചായ കുടിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലം. പക്ഷെ അത്രയും ദൂരം എത്തണം. ഇവിടെ എല്ലാ ആൾക്കാർക്കും സുഖമാണ്. യോവിക്കൂട്ടാ പ്രൈസും നല്ല പാൽക്കപ്പ. ഉത്സവത്തിന് പോകുന്നതുകൊണ്ട് ഇവിടെ ചിക്കൻ്റെ ഇതൊക്കെ ഉണ്ട്, സ്നാക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും ഓർഡർ ചെയ്തില്ല. നോൺ വെജ് എല്ലാം ഉണ്ട് കേട്ടോ. ബീഫും ഒക്കെ ഉണ്ട്. നമ്മള് ഇവിടെ ഈ ചുരത്തിന്റെ ഇത് രണ്ടെണ്ണത്തിന് കൺട്രോൾ ചെയ്യാൻ ഇതൊക്കെ പറ്റുള്ളൂ നമുക്ക്. ഇഷ്ടായോ യുവി സ്ഥലം?
നിങ്ങളിപ്പോഴാണ് എഴുന്നേറ്റ് എത്ര നേരം ഉറങ്ങായിരുന്നു. എല്ലാരും ഉറങ്ങായിരുന്നു. ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരായിരുന്നു. ഡസ്റ്റടാ ഭക്തജനോട് Daddy, please, can you help me? Oh, why not head up? Yeah, bro. I got it. Hey, mommy. Mommy, da. ഇപ്പൊ നമ്മള് I got it. ഉത്സവമൊക്കെ കഴിഞ്ഞു. നമ്മള് രാത്രി 2 മണിക്ക് ഞങ്ങള് 2 മണിക്ക് എത്തി. ഞാനും യുവിക്കുട്ടിയും ഹേവും പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ദിനേണ്ണനും അമ്മയും ഇന്ന് രാവിലെ എത്തിയില്ല. 5 മണിക്ക് തിറയൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന രാവിലെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടോപ്പിലേക്ക് കയറുന്നത്. സാധാരണ ഇടയ്ക്ക് ഒന്നും പോകുക ചെയ്യില്ല. ഹേവ് കുട്ടനും ഫസ്റ്റ് ടൈമാ. അപ്പൊ ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാല് ഒന്നും പറയാനില്ല. ഡിഡിലൻ വ്യൂ. അമ്മയും യുവിക്കുട്ടിയും താഴെ നിൽക്കുന്നുണ്ട്. കയറാൻ പറ്റില്ല യുവിനെ കൊണ്ട്. ശരിക്കും കുത്തനെയാ. എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ എങ്ങനെ പണിയെടുക്കുന്ന ഇങ്ങനെ കേറിയിട്ടെന്ന്. ഇത്ര കുത്തനെയാ. എവിടെയൊക്കെയോ ചൊറിയുന്നുണ്ട്. ഇതില് ചിലതിലൊക്കെ പുഴു ഉണ്ടാവൂലേ. ഓക്കെ, ഇതാണ് കേട്ടോ. എന്ത് രസം. അവിടെ കൊറേ മൊട്ടക്കുന്നുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പറ്റില്ലേ? ഇവിടെ നിന്നോ? ഇവിടെ നിന്നോ? എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊരു ഭയങ്കര രസമായിട്ട് തോന്നി. ഇത് നമ്മുടെ വീടിന്റെ പുറകു വശമാണിത്. ഞാനിങ്ങനെ വിചാരിക്കാണേ, ദിനേട്ടൻ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഇങ്ങനെ ഇവിടുന്ന് വന്നിട്ട് ടൗണിലൊരു കുഞ്ഞു സ്പേസിൽ ഇങ്ങനെ നിൽക്കുമ്പോ അമ്മയ്ക്കും അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു, പിന്നെ അടുത്ത് മതിലായി. അപ്പൊ ഇതൊരു വീടിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇതൊക്കെ. നമ്മുടെ വീട് താഴെ നേരെ കാണുന്നുണ്ടാവും തോന്നുന്നു അല്ലെ. നേരെ താഴേക്ക് കാണുന്നുണ്ട്. ജസ്റ്റ് അത് ടെറസ് പിന്നെ ഒരുപാട് താഴോട്ടല്ലേ. നമ്മൾ 2 ആളുടെ താഴേക്ക് മണ്ണ് താഴ്ത്തിയിട്ടാണ് പിന്നെയാണ് വീടുള്ളത്. നമ്മുടെ വീട് അതാ. അവിടെ ചായത്തോട്ടങ്ങൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
ഒരു വീടുണ്ട്, ഒരു 3-4 വീട് ഇങ്ങനെ നിരനിരയായിട്ടുണ്ട്. അപ്പുറത്ത് വീടുണ്ട്. ഇതൊക്കെ പിന്നെ തോട്ടത്തിന്റെ ഭംഗിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വാ. ഏവു എന്നെ ഹെൽപ്പ് മീ സേവ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് കേറിയതാ വഴുതി പോയിട്ട്. അടിപൊളി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വരാൻ തോന്നുന്നുണ്ടെങ്കിൽ വന്നോളും, കണ്ടോളും, എൻജോയ് ചെയ്തോളും. ഇവിടെ നല്ല തണുപ്പാണ്. ഞാനത് മാറ്റാണ്ടിരുന്നെ. ഞാൻ സ്വെറ്റർ ഒന്നും കൊണ്ടുവന്നില്ല. ഭയങ്കര തണുപ്പ് അല്ലേ? ഒട്ടുക്കത്തെ തണുപ്പ്. പക്ഷെ ഇപ്പൊ ഒരു ചെറിയ ഒരു തണുപ്പുണ്ട്. പക്ഷെ എന്നാലും ഒരു വീട്ടിനകത്ത് നല്ല തണുപ്പുണ്ട്. അപ്പൊ യുവിക്കുട്ടി ഇത്ര നേരം കിടന്നുറങ്ങിയതാ. നല്ല രസമായിരുന്നു കേട്ടോ. തിറയൊക്കെ ഞാന് 3 തിറയുണ്ടായിരുന്നു അല്ലേ? ഭഗവതി തിറ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 12 മണിക്ക് തുടങ്ങി 2 മണിക്ക് തീർന്നു. അപ്പൊ അതുവരെ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര സൂപ്പർബായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിനാണ് എന്നും പറയും എനിക്കിങ്ങനെ ഉത്സവം കൂടണം. പക്ഷെ ആ സമയത്തൊന്നും ലീവും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. ആ സമയം ഇങ്ങനെ തിരിയാണ്ട് മനസ്സിങ്ങനെ വിമ്പുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഹേവുവിന്റെ ടൈമിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഹേവുവിന്റെ ചോറൂണ് ഉത്സവത്തിന്റെ ടൈമിൽ ആ ഒരു ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ യുവിനെ വന്നിട്ട് ഭഗവതി തിറ വന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ക്രൗഡിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് വന്നല്ലേ യുവിന് ഞാൻ ഷോളൊക്കെ പോച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഷോളൊക്കെ മാറ്റി തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് ഇവിടെയുള്ള ഒരു ഇതില്ലേ പൊട്ടൊക്കെ യുവിന്റെ കൺമഷി എടുത്ത് യുവിക്ക് പൊട്ട് ചെയ്തു കൊടുത്തു. ദിനേട്ടന്റെ അച്ഛന്റെ അമ്പലം, തറവാട്ടമ്പലം. നമുക്ക് ഇനി ഇറങ്ങാം. നീ എങ്ങനെ ഇറങ്ങുന്ന ഹേതു ചോദിച്ചു. ഇവിടെ ഇരുന്നാ മതി, നേരെ പോവും. ഇതൊക്കെ ചായ ചെടികളാണ് കേട്ടോ. ചായ ചെടി എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ചോദിക്കും ചായ ചെടിയല്ല അല്ല തേയിലച്ചെടി. ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടെ അങ്ങനെ തന്നെ. പിന്നെ അവിടെയൊക്കെ കാപ്പിയൊക്കെ ഇങ്ങനെ ഇതായി നിക്കുന്നുണ്ട് അല്ലെ? പഴുത്തു തുടങ്ങി. അപ്പൊ അമ്മേന്റെ ദോശയ്ക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ഇരുമ്പ് കല്ലിലാണ് ദോശ ചുടുക. അതിനൊരു പ്രത്യേക മണമെന്നാണ് ദിനേട്ടൻ പറയാം. ശരിക്കും മണമുണ്ട്. കഴിച്ചിട്ട് കേറിയത്. ചെക്കൻ പഴയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കാണ്. ഞാൻ ഷൂട്ട് ചെയ്ത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ? ഇതാണ് ഈ തോട്ടത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. ഇത് കാണണം എന്ന് വിചാരിക്കുക. അന്ന് വന്നപ്പോഴും കയറണം എന്ന് വിചാരിച്ചു. പക്ഷെ അന്നൊന്നും പറ്റിയില്ല. ചിലപ്പോ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. നല്ല വഴുതലായിരിക്കും. ഇപ്പൊ തന്നെ ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ട്. തേയില ഏകദേശം നുള്ളാനായി നിൽക്കുന്നുണ്ട്. ഈ താഴത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാട്ടോ. അപ്പൊ അമ്മായിമ്മയും വരുമ്പോളും കഷ്ടപ്പെട്ടു ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാരും നല്ല ഉറക്കക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാച്ചിന്റെ കഷ്ണം അവിടെ ഉണ്ട്. അതിന് കണ്ണും അതിനെല്ലാം മാനിന്റെ എല്ലാ രൂപങ്ങളും 2 കൊമ്പും ഒക്കെ ആയിട്ട് അവിടെ വെച്ചിരിക്കുന്നു. അതാ അവനെന്ത് കാച്ചിൽ. ഇപ്പൊ അങ്ങനെയില്ല. അതന്നെ അവിടുന്ന് കണ്ടപ്പോ നമുക്ക് അങ്ങനെ തോന്നി. ഇത് കാച്ചിലാണ്. നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കിഴങ്ങുണ്ടാവും. അങ്ങനെ നമ്മള് വയനാട് പോയി വീടെത്തിട്ടോ. യുവിക്ക് നല്ല പനിയായി പോയി. പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊള്ളുന്ന പനി. മെഡിസിൻ ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. വയനാട് പോയിട്ടുള്ള വിശേഷങ്ങൾ അല്ലേ ഇതിനായിട്ടാ? പിന്നെ എന്താ വെച്ചാല് എല്ലാവരും വീട്ടിലാണെങ്കിലും കുട്ടികളെയൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇല്ലേ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും രാത്രിയൊക്കെ ആയി. പിന്നെ പുലർച്ചെയൊക്കെ ആണല്ലോ വീടൊക്കെ എത്തുന്നത്. അപ്പൊ പിന്നെ ഏർലി മോർണിംഗിൽ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ തിരിച്ചുപോയി. അതുകൊണ്ടൊരു ഫാമിലി വ്ളോഗായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അത് ശരിയാട്ടോ. നമ്മള് കാരണം അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞപ്പോ കാര്യമുണ്ട് കേട്ടോ. ഞാൻ പറയാം പിന്നീട് പറയും ഞാൻ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെയല്ല. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യില്ലോ കാരണം നമ്മൾ അതൊരു പരിപാടിക്ക് പോയതല്ലേ, ഞാൻ ഇതേ കാണും. അങ്ങനെ നമ്മള് പ്രേക്ഷകർക്ക് കാണിക്കണ്ടേ എന്നാണെങ്കിലും നമ്മുടെ ഉത്സവങ്ങളൊക്കെ അല്ലെ ഒരു വിശേഷം പങ്കുവെക്കില്ല, അങ്ങനെ എടുത്താണ്. അപ്പോ നല്ല നല്ല കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയായി. ഇന്ന് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പോകുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. യുവിക്ക് പനിയായത് മാത്രമാണ് ഒരു പ്രശ്നം. അപ്പൊ എല്ലാവർക്കും ബൈ. ബൈ ബൈ.